ഇത് വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. ഇവരത് ആർക്കും വിൽക്കുകയില്ല. ഗവൺമെൻറ്റിൽ നിന്നും അങ്ങനെ ഓർഡറൊന്നും വരുന്നുമില്ല. അവർക്ക് വിൽക്കാൻ താല്പര്യമില്ല. പരമാവധി അവർ സംരക്ഷിച്ച് അവരത് കൊണ്ടുപോവുകയാണ്. ആദ്യം ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ആ മേലെ ജാളി അടിച്ച് അവിടെ നിന്നാണ്, ജാളി അടിച്ച ആ മണ്ഡപം പോലുള്ള അവിടെ നിന്നാണ് വിനയപ്രസാദ് തിലകൻ്റെ ആ ജോലി കാണുന്നത്. അതേ കൊത്തുപണി ജോലികൾ നോക്കി കാണുന്നത് ഇവിടെ നിന്നിട്ടാണ്. പക്ഷേ സിനിമയിൽ നമ്മളെ അകത്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വിനയപ്രസാദ് നോക്കുന്നത് അകത്തെന്തോ കൊത്തുപണികൾ നടത്തുന്നതായിട്ടാണ്. അങ്ങനെ തിരിച്ചും മറിച്ചും അവർ കാണിച്ചിട്ടുണ്ട്. ഈ നടപ്പാതെ കൂടെയാണ് നാട്ടുകാർക്ക് പോകാവുന്നൊരു വഴിയാണ്. വീണ്ടും തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്ന വഴിയാണിത്. പടിഞ്ഞാറ് നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തെ വ്യൂ. വരുമ്പോൾ അവിടെ തന്നെ വില്ലേജിൻ്റെ രേഖകളൊക്കെ ആ ചുവരിൽ കാണാവുന്നതാണ്. ഈ വരാന്തയിലാണ് ആദ്യം നെടുപടിയിരുന്ന് തിലകൻ നടന്നു വരുന്നത് കാണുന്നത്. മുകളിലേക്ക് പോകാനുള്ള ഗോവണിപ്പടിയുണ്ട്. ഈ വരാന്തയിലും പല പല രംഗങ്ങൾ കാണുന്നുണ്ട്. കുട്ടിസ്രാങ്കിലും അതുപോലെ കായംകുളം കൊച്ചിയിലും എവിടെയാണെന്ന് ഓർക്കുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കുക. ഈ കവാടത്തിലൂടെ എത്രയോ സിനിമാക്കാർ വന്ന വഴിയാണ്. അജയൻ കണ്ടെത്തിയ വീട്, തോപ്പിൽ ഭാസിയുടെ മകൻ ഒറ്റയൊരു പടം കൊണ്ട് തനിക്ക് കിടയറ്റ സംവിധായകനാകാൻ പറ്റും എന്ന് തെളിയിച്ച പെരുന്തച്ഛൻ്റെ, അതായത് പെരുന്തച്ഛൻ തന്നെ അജയനെ നമുക്ക് വിളിക്കാവുന്നതാണ്. പെരുന്തച്ഛൻ തന്നെയാണ്. ഞങ്ങളുടെ കാർ ദൂരെ കിടക്കുന്നുണ്ട്. ഇത് തിരിച്ച് ആ റോഡ്, ആ കണക്റ്റഡ്, ഞങ്ങൾ വന്ന വഴിയിൽ നിന്ന് ഒരു റോഡിൽ കൂടെ ആണല്ലോ കയറി വന്നത്. കണ്ടോ, ഇത് ചുറ്റും കാണിക്കുകയാണ്. ആ ദൂരെ കൂടെ ഒരു കാറ് പോകുന്നത് കാണാം. ഇത് വീണ്ടും ആ വീട്ടിലേക്കുള്ള വഴി, അതായത് കിഴക്കുന്ന് ഞങ്ങൾ വന്ന വഴി. അവിടെ ആല് കാണാവുന്നതാണ്. ആ സിനിമയിൽ ഒരു രംഗത്തിലെ ആല് കാണിക്കുന്നുണ്ട്. അതേ, ആലിനും അത്ര പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 30 വർഷത്തോളം കഴിഞ്ഞുവല്ലോ. പെരുന്തച്ഛൻ വീടിൻ്റെ വിശേഷം എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്.